ഹരി ഓം. ശ്രീമന്നാരായണീയം ദശകം 44 ഭഗവാന്റെ നാമകരണവും ജാതകഫല കഥനവുമാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. ഗീതി ആണ് വൃത്തം. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഗൂഢം വസുദേവഗിര കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാതത്വോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോ ഗതവാൻ നന്ദോധനന്ദിതാത്മാ വൃന്ദിഷ്ടം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രമൂചേ ത്വത് സംസ്കാരാൻ വിധാതും ഉത്സുകധീഹി. ഈ 2 ശ്ലോകം വീതമാണ് വായിക്കുന്നത്. നമ്മൾ രണ്ടായിട്ട് തിരിഞ്ഞിരുന്ന് വായിക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തിരിക്കുന്നവർ ഈ 2 ശ്ലോകം വായിക്കണം. അത് കഴിഞ്ഞിട്ട് 2 ശ്ലോകം അടുത്തവർ വായിക്കണം. അങ്ങനെയാണ് ഈ വൃത്തം വായിക്കുന്ന രീതി. ഒന്നിച്ച് വായിക്കുമ്പോൾ സമസ്ത പദങ്ങളുണ്ടെങ്കിൽ ഒന്ന് പിരിച്ചു പറയാം. ഗൂഢം വസുദേവഗിര കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാതത്വോ ഗർഗമുനി ത്വദ്ഗൃഹം വിഭോ ഗതവാൻ നന്ദോധനന്ദിതാത്മാ വൃന്ദിഷ്ടം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രം ഊജേ. മന്ദസ്മിതാർദ്രം ഊജേ എന്നാണ്. ഊജേ പറഞ്ഞു അഭ്യർത്ഥിച്ചു എന്നൊക്കെ പറയാം. ത്വത് സംസ്കാരാൻ വിധാതും ഉത്സുകധീഹി. ഉത്സുകധീഹി എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്നിച്ച് വായിക്കാൻ പ്രയാസമുള്ള ഭാഗമല്ല, അതുകൊണ്ട് ഒന്നിച്ച് വായിച്ചോളൂ. യദുവംശാചാര്യത്വാത് സുനിഭൃതം ഇദം ആര്യ കാര്യമിതി കഥയൻ ഗർഗോ നിർഗത പുളകഃ. പുളകഃ എന്ന് വരച്ച് നിർത്തുക. പുളക കഴിഞ്ഞിട്ടൊരു വിസർഗം ഇടുക. പിന്നെ ചക്രേ എന്നുള്ളിടത്ത് ചക്രേ. ചക്രേ തവ സാഗ്രജസ്യ നാമാനി യദുവംശാചാര്യത്വാത് സുനിഭൃതം ഇദം ആര്യ. അവിടം വരെ അത് സമസ്ത പദമാണ്. സുനിഭൃതം ഇദം ആര്യ എന്നുള്ളത്. സുനിഭൃതം ഇദം ആര്യ പിരിച്ചെഴുതിയല്ലോ. ഗർഗോ നിർഗത പുളകഃ ചക്രേ തവ സാഗ്രജസ്യ നാമാനി കഥമസ്യ നാമ കുർവേ സഹസ്രനാമ്നോ ഹി അനന്തനാമ്നോ വാ ഇതി നൂനം ഗർഗമുനിഃ ചക്രേ. പിന്നെ ചക്രേ മതി. തവ നാമരഹസി വിഭോ. എന്നോട് വായിക്കാം. കഥമസ്യ നാമ കുർവേ സഹസ്രനാമ്നോ ഹി അനന്തനാമ്നോ വാ ഇതി നൂനം ഗർഗമുനിഃ ചക്രേ തവ നാമരഹസി വിഭോ. കൃഷിധാതുണകാരാഭ്യാം സത്താനന്ദാത്മതാം കില അഭിലപത്. സത്താനന്ദാത്മതാം കിലാഭിലപത് ജഗദാഘകർഷിത്വം വാ കഥയത് ഋഷികൃഷ്ണനാമതേ വ്യതനോത്. കഥയത് ഋഷി ആണ്. കഥയത് ഋഷി എന്ന് വന്നത്. കഥയത് ഋഷികൃഷ്ണനാമതേ വ്യതനോത്. അന്യാംശ്ച നാമഭേദാൻ വ്യാകുർവൻ അഗ്രജേ ച രാമാദീൻ അതിമാനുഷാനുഭാവം ന്യഗതത്വാം അപ്രകാശയൻ പിത്രേ. അന്യാംശ്ച നാമഭേദാൻ വ്യാകുർവൻ അഗ്രജേ ച രാമാദീൻ അതിമാനുഷാനുഭാവം
ന്യഗതത്വാം ന്യഗതത്വാം പിന്നെ മാ വെട്ടി അപ്രകാശയൻ പിത്രേ സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സന മായികൈഃ പുനഃ ശോകൈഃ സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സന മായികൈഃ പുനഃ ശോകൈഃ ദ്രുഹ്യതി യസ്സതു നശ്യേത് ദ്രുഹ്യതി യസ്സതു നശ്യേത് ഇതി അബദ്ധത്തെ ഇതി അബദ്ധത്തെയാണ് ഇത്യബദ്ധത്തെ ഇത്യബദ്ധത്തെ എന്ന് വായിച്ചാൽ മതി. നശ്യേത് എന്നാക്കണം. നശ്യേ കഴിഞ്ഞിട്ട് ത എന്നെഴുതുക. എന്നിട്ട് ദി വെട്ടിയിട്ട് ഇത്യബദ്ധത്തെ മഹത്വം ഋഷിവര്യഃ ഇത്യബദ്ധത്തെ മഹത്വം ഋഷിവര്യഃ ജേഷ്യതി ബഹുതരദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകം അമലപദം ശ്രോഷ്യസി സുവിമലകീർത്തിഃ കീർത്തി കഴിഞ്ഞിട്ട് ഒരു വിസർഗം. പിന്നെ രാ വെട്ടിയിട്ട് അസ്യേതി ഭവദ്വിഭൂതിം ഋഷിരൂജേ ഭവത് വിഭൂതിം ഋഷിഹി ഊജേ. അപ്പോൾ ആസ്യേതി ഭവത് വിഭൂതിം ഋഷിരൂജേ എന്നോട് വായിക്കാം. ജേഷ്യതി ബഹുതരദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകം ലോകം പിന്നെ മാ വെട്ടിയിട്ട് അമലപദം ശ്രോഷ്യസി സുവിമലകീർത്തിഃ ആസ്യേതി ഭവദ് വിഭൂതിം ഋഷിരൂചേ അമുനൈവ സർവദുർഗം തരിതാസ്ത കൃതാസ്തം അത്ര തിഷ്ഠധ്വം ഹരിരേവേതി അനഭിലപൻ ഹരിരേവേതി അനഭിലപൻ ഹരിരേവേതി അനഭിലപൻ ലപൻ ആക്കിയത് കൊണ്ട് തന്നെ നി വെട്ടിയിട്ട് ഈ ആക്കി ആണം ഏറ്റവും അവസാനത്തെ ലൈനിലെ ആദ്യത്തെ അക്ഷരം. ഇത്യാദി ത്വാമവർണ്ണയത് സമുനിഃ അമുനൈവ സർവദുർഗം തരിതാസ്ത കൃതാസ്തമത്ര തിഷ്ഠധ്വം ഹരിരേവേതി അനഭിലപൻ ഇത്യാദി ത്വാം അവർണ്ണയത് സമുനിഃ ഗർഗേധ നിർഗതേസ്മിൻ നന്ദിത നന്ദാദിനന്ദ്യമാനസ്ത്വം മദ്ഗതം ഉദ്ഗതകരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ ഗർഗേധ നിർഗതേസ്മിൻ നന്ദിത നന്ദാദി നന്ദ്യമാനസ്ത്വം മുദ്ഗതകരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ. ഹരി ഓം.